ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏലിയാവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചും അതിൻ്റെ ചില ആശയങ്ങളെക്കുറിച്ചുമൊക്കെ ഇന്നത്തെ വചനഭാഗം ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 95-6 വാക്യം. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. വരുവിൻ, നമുക്ക് വണങ്ങി ആരാധിക്കാം, നമ്മുടെ സൃഷ്ടാവായ യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്താം. ഞാൻ ഈ കാലങ്ങളിൽ ഇടുക്കി ജില്ലയുടെ ഗ്രാമപ്രദേശങ്ങളിൽ ചില സഭകളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു 80-85 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആദ്യകാല പെന്തക്കോസ് പിതാക്കന്മാർ പലരും സഭാ ഹാളിലേക്ക് വരുമ്പോൾ ഈ മഞ്ഞും മഴയൊക്കെ ഉള്ള സമയത്ത് തറയൊക്കെ തണുത്ത് പായുമൊക്കെ തണുത്ത് കിടക്കുന്നതാണേലും അവർ ഈ വാക്യം പറയും: വരുവിൻ, നമുക്ക് വണങ്ങി ആരാധിക്കാം, നമ്മുടെ സൃഷ്ടാവായ യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്താമെന്ന് പറഞ്ഞിട്ട് ഇവർ മുട്ടുകുത്തും. ഇവരവസാനം തറയിലോട്ട് അങ്ങ് കമന്ന് വീഴും. ഇത് ആദ്യകാല പിതാക്കന്മാരുടെ എല്ലാം ഒരു രീതിയായിരുന്നു. ഇത് ബൈബിളിൻ്റെ രീതിയായത്. ഇതിനെക്കുറിച്ച് പിന്നീട് ആഴമായി പറയാം. ഇന്ന് പറയാൻ പോകുന്ന വേറൊരു വിഷയമാണ്. അപ്പോൾ വരുവിൻ, നമുക്ക് വണങ്ങി ആരാധിക്കാം, നമ്മുടെ സൃഷ്ടാവായ യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്താം. ഇതെങ്ങനെയായിരുന്നു എന്ന് ഏലിയാവിൻ്റെ ജീവിതത്തിൽ കൂടെ നമുക്കൊന്ന് കാണാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-42 എടുത്തേ. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. മതി. അതായത് ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ആഹാബ് തിന്നാനും കുടിക്കാനും പോയി. എന്നാൽ ഏലിയാവ് കാർമേലിൻ്റെ മുകളിൽ കയറി തൻ്റെ തല മുട്ടുകൾക്കിടയിൽ വെച്ച് ഭൂമിയോളം കുനിഞ്ഞിരുന്നു. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. തൻ്റെ തല വളഞ്ഞ് മുട്ടുകൾക്കിടയിൽ വെച്ച് ഭൂമിയോളം കുനിഞ്ഞിരുന്നു. ഇത് ഇന്നത്തെ രീതിയിൽ എഴുതുവാണെങ്കിൽ ഇങ്ങനെ വായിക്കാം: ബെന്തിക്കോസുകാരൻ തിന്നാനും കുടിക്കാനും പോയി എന്ന് വായിക്കേണ്ടി വരും. ഈ കുനിഞ്ഞിരിക്കാനും മുട്ട നിൽക്കാനും ഒക്കെ ഇപ്പോൾ ആരാ ഉള്ളത്? നടക്കുകയല്ലത്. ഇപ്പോൾ ഏലിയാവ് കുനിഞ്ഞിരുന്ന് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് യാക്കോബ് 5:17 വായിക്കാം. ഏലിയാവ് കുനിഞ്ഞിരുന്ന് എന്ത് ചെയ്യുകയായിരുന്നു? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ്. മഴ പെയ്യാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. 3.5 വർഷത്തേക്ക് ദേശത്ത് മഴ പെയ്തില്ല. ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ ഒരു രീതിയായിരുന്നു അങ്ങോട്ട് കുനിഞ്ഞിട്ട് മുട്ടുകൾക്കിടയിലേക്ക് തല കൊണ്ടുവന്ന് വളഞ്ഞ് തറയോളം വളഞ്ഞു നിന്നിട്ടുള്ളൊരു പ്രാർത്ഥന. അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. 3.5 വർഷത്തിന് പിന്നെ മഴയുണ്ടായില്ല. ഏലിയാവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. 3.5 വർഷത്തേക്ക് മഴയുണ്ടായില്ല. ഇനി 17:1 വായിച്ചേ. 1 രാജാക്കന്മാർ. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണേ, ഞാൻ പറഞ്ഞതല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ദൈവമായ യഹോവയാണേ, ഞാൻ പറഞ്ഞാലല്ലാതെ വരുന്ന ഏതാനും വർഷങ്ങളിൽ മഞ്ഞോ മഴയോ ഉണ്ടാകുകയില്ലെന്ന് രാജാവിനോട് കയറി പറയാനുള്ള ധൈര്യം ഏലിയാവിന് കിട്ടിയത് ഈ രീതിയിലുള്ള പ്രാർത്ഥനയിൽ നിന്നാണ്. 17:7 വായിച്ചേ. എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. ഏലിയാവ് ഇത് കയറി ആഹാബിനോട് പറഞ്ഞു, വളരെ ചെറിയ സമയം കൊണ്ട് മഴയില്ലാതെ ദേശത്തെ തോടെല്ലാം വറ്റിപ്പോയി. 3.5 വർഷക്കാലം മഴയില്ലാതിരുന്നു ദേശത്ത്. ഇനി യാക്കോബിന്റെ 5:18 വായിച്ചേ. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അപ്പോൾ ആകാശത്തുനിന്ന് വീണ്ടും മഴ പെയ്യാൻ ഏലിയാവിൻ്റെ പ്രാർത്ഥനയെ കൊണ്ട് പറ്റി. ഇനി നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ തന്നെ 18-42 വന്നേ.
ആഹാബ് ഭക്ഷിച്ചു പാനം ചെയ്യേണ്ടതിന് ആ. മല കയറിപ്പോയി. ആ ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി ആ നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. അതായത് രണ്ടാമത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗമായി പറയുന്നത്. ഏലിയാവ് കാർമേലിൻ്റെ മുകളിൽ കയറി തൻ്റെ തല മുട്ടുകൾക്കിടയിൽ വെച്ച് ഭൂമിയോളം കുനിഞ്ഞിരുന്നു. 43. തന്റെ ബാല്യക്കാരനോട് ആ നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. ആ അവൻ ചെന്ന് നോക്കിയിട്ട് ആ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ആ അതിന് അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. ആ 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ആ അതിന് അവൻ നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. അതിന്റെ 45-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്ത് വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. കണ്ടോ, 3.5 വർഷം മഴയില്ലാതിരുന്ന സ്ഥലത്ത് ഏലിയാവ് തന്നെ തടഞ്ഞു വെച്ചിരുന്ന മഴ, ഏലിയാവ് ഒരു പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഏലിയാവ് ഇരുന്ന രീതിയാണ് പറഞ്ഞത്. ഏലിയാവ് കാർമേലിൻ്റെ മുകളിൽ കയറി തൻ്റെ തല മുട്ടുകൾക്കിടയിൽ വെച്ച ഭൂമിയോളം കുനിഞ്ഞിരുന്നു. ഇതൊക്കെ നടക്കുമെന്ന് വേണേൽ ചോദിക്കാം. ഇതൊക്കെ നടന്ന ആദിമകാല പിതാക്കന്മാർ കേരളത്തിലുണ്ടായിരുന്നു. പെന്തക്കോസ്തിൻ്റെ 1-ാം തലമുറ പിതാക്കന്മാർ കർത്താവിനെ അനുഭവിച്ചവരാണ്. എന്നാൽ 2-ാം തലമുറ അനുകരിക്കാൻ തുടങ്ങി. 3-ാം തലമുറ ഇന്ന് കാണുന്നവർ അഭിനയിക്കാൻ തുടങ്ങി. 1-ാം തലമുറയ്ക്ക് ഇത് കഴിയുമായിരുന്നു. വീണ്ടും ഒരു 1-ാം തലമുറ എഴുന്നേക്കേണ്ട സമയമായി എന്നാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ മർമ്മം. 2 രാജാക്കന്മാർ 2:7 വായിച്ചേ. അത് 7-8 ഇങ്ങനെ കിടക്കുകയാണ്. ഏലിയാവും എലീശയും കൂടെ ജോർദാനിൽ ചെന്ന് നിന്ന സ്ഥലത്തിന് അഭിമുഖമായി അല്പദൂരത്തിൽ പ്രവാചക ഗണത്തിൽപ്പെട്ട 50 പേർ നിന്നിരുന്നു. ഏലിയാവ് തൻ്റെ മേലങ്കി എടുത്ത നദിയിലെ വെള്ളത്തിന്മേൽ അടിച്ചു. വെള്ളം ഇരുവശത്തേക്ക് മാറി. അവരിരുവരും ഉണങ്ങിയ നിലത്തൂടെ മറുകര കടന്നു. അപ്പോൾ എന്താണെന്നാ പറഞ്ഞേ? ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെ ശക്തി. 1 രാജാക്കന്മാർ 18:22 വായിച്ചേ. 18:22 18:22 ഇങ്ങനെ വായിക്കുന്നു. പിന്നെ ഏലിയാവ് ജനങ്ങളോട് പറഞ്ഞു, യഹോവയുടെ പ്രവാചകന്മാരിൽ ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. എന്നാൽ ബാലിൻ്റെ പ്രവാചകന്മാർ 450 പേരുണ്ട്. എന്നാൽ 1 രാജാക്കന്മാർ 18:40 വരുമ്പോൾ ഈ 400 എണ്ണത്തിനെയും പിടിച്ചിട്ട് ഒരുത്തനും രക്ഷപ്പെടാതെ പിടിക്കുമെന്ന് ഏലിയാവ് കൽപ്പിച്ചു. അവരെ കീശോൻ തോട്ടിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് വെട്ടിക്കൊന്നു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഇതാണ്. ഇതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർക്ക് ഞാൻ പെന്തക്കോസ്ത് വിഭാഗത്തോട് പറയട്ടെ, ഇന്നിപ്പം നമുക്ക് തടിയും വയറും കൂടി. നമ്മുടെ പിതാക്കന്മാർക്ക് ഇതുപോലെ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നു. കുനിഞ്ഞ് തലമുട്ടുകൾക്കിടയിലേക്ക് കൊണ്ടുവന്ന് വെച്ച് മണ്ണോളം കുനിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നു. മണിക്കൂറുകൾ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നു. ഇന്നിപ്പം നമുക്ക് കസേരകളെ പറ്റുള്ളൂ. കസേരകൾ കൈപിടിയുള്ള കസേര വേണം. നമുക്ക് AC ഉള്ളിടത്തെ നമ്മൾ ഇരിക്കുകയുള്ളൂ. ഇരിക്കുന്നിടത്ത് നമ്മൾ കരിങ്കല്ല് പോലെ ഇരിക്കുകയുള്ളൂ. നമുക്കൊരു സാഹചര്യവും ഇല്ല. ഫലത്തിൽ ദുരുപദേശവും ദുരാത്മാക്കളും ഭൂതാത്മാക്കളും സഭയ്ക്കകത്ത് കയറി. രോഗികൾ സഭയ്ക്കകത്ത് നിറഞ്ഞു. പാപികൾ സഭയ്ക്കകത്ത് നിറഞ്ഞു. ഇതിനകത്ത് ഒരു വെളിവുമില്ലാത്ത പെന്തക്കോസ്തുകാരൻ ഉടമ്പടി എടുക്കാൻ പോയി ദൈവരാജ്യത്തിന് അപമാനം വരുത്തി വെച്ചു. അങ്ങനെയെങ്കിൽ 1-ാം തലമുറ പിതാക്കന്മാരെ പോലെ ശക്തമായി ദൈവത്തെ മുട്ടിൽ നിന്നും സാഷ്ടാംഗം പ്രണമിച്ചും തലമുട്ടുകൾക്കിടയിലേക്ക് വളച്ച് വെക്കത്തക്ക രീതിയിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ അന്ത്യകാലഘട്ടത്തിൽ എലിയാവിനെ പോലെ ശക്തമായി ദൈവരാജ്യത്തിലേക്ക് നിൽക്കാമെന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല വചനത്തിനായി സ്തോത്രം. എലിയാവിനെ പോലെ ശക്തമായി ദൈവരാജ്യത്ത് ഉപയോഗിക്കപ്പെടുവാൻ, കർത്താവെ ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ശരീരത്തെ നിയന്ത്രിച്ച് ദൈവസന്നിധിയിൽ ജോലിയെടുക്കേണ്ടതിന്
ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ. കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ഓരോരുത്തരിലും ദൈവത്തിൻ്റെ ഉണർവും ഉന്മേഷവും വ്യാപരിക്കട്ടെ. ദൈവരാജ്യത്തിന് കൊള്ളാവുന്ന ഭക്തന്മാരായി, ഭക്തകളായി, ഒന്നാം തലമുറ വിശ്വാസികളായി മാറാൻ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ അവർ പ്രാപ്തരാക്കണമേ. കേരളത്തിൽ തകർന്നു പോയ പെന്തക്കോസ്ത് വിശ്വാസം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ തിരികെ കൊണ്ടുവരുവാൻ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ, കടബാധ്യതകൾ വിട്ടുമാറട്ടെ, രോഗികൾ സൗഖ്യപ്പെടുകയും പാപികൾ മാനസാന്തരപ്പെടുകയും ചെയ്യട്ടെ. ഭാവി അനുഗ്രഹമായി മാറട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.